മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗംഗപ്രസാദ് ബൈക്കും എടുത്തിട്ട് കുറച്ച് ദൂരം ഓടിയതിന് ശേഷം ബൈക്ക് എടുത്തിട്ട് ബൈക്കുമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് കരോളുകാർ ഒരു സ്ഥലത്തുകൂടി പോകുന്ന കേട്ടോ. നേരത്തെ ഗംഗ കൂടെ പോയല്ലോ ആ കരോളുകാരൊക്കെ. അപ്പോൾ നേരെ കിരണിൻ്റെ കാർ ഇങ്ങനെ വന്നിട്ട് കിരൺ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇവരിങ്ങനെ തുള്ളിക്കളിച്ച് പോകുമ്പോൾ നിർത്തുമെന്ന് പറഞ്ഞ് കിരൺ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുവാണ് അവരുടെ. എന്നിട്ട് കിരൺ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷം ഇട്ടിരിക്കുന്നത് ആ പുള്ളിയുടെ മുഖം മൂടി ഇങ്ങനെ ഊരി മാറ്റി നോക്കുക കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുക എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം നിങ്ങൾ കരോൾ സംഘമായി ഇറങ്ങിയിരിക്കുന്നത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ പറയും ഞങ്ങൾ ഈ ഇടവകയിലെ അംഗമാണ്, എല്ലാ വർഷവും കരോൾ നടത്തുന്നതെന്ന് പറയുക. അപ്പോൾ പ്രകാശൻ പറയുക ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ മതിൽ ചാടിക്കടന്ന് മോളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുക, കരോൾ വേഷത്തിലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയുക കരോളായിട്ട് വീട്ടിൽ വരികയും ഗേറ്റിൻ്റെ മുന്നിൽ തട്ടുകയൊക്കെ ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും കൂടി വന്ന സമയത്തായിരുന്നു. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കരോൾ വേഷം ഇട്ടൊരു ഫാദർ വീടിനകത്ത് കയറി മതിൽ ചാടി വീടിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു പറയും. പക്ഷേ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്ന് പറയണേ. അപ്പോൾ ആ കൂടെയുള്ള ഒരാൾ പറയണേ ഞങ്ങൾ ആരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല, മാന്യമായിട്ട് കരോൾ നടത്തി കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണേ. ഇവിടെ അടുത്തുള്ള പള്ളിയിലെയാണെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം എന്നൊക്കെ പറയുവാണേ. ഞങ്ങൾ കരോൾ പോയ സമയത്തെ ഒരുത്തൻ ഞങ്ങളോടൊപ്പം വന്നിരുന്നു, ക്രിസ്മസ് ഫാദറിൻ്റെ വേഷം ധരിച്ചിരുന്നത്. അയാൾ ഇവിടെ അടുത്തെവിടെയുള്ള പള്ളിയിലാണെന്നാണ് പറഞ്ഞിരുന്നത്. ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നയാൾ ഞങ്ങളെ വിഷ് ചെയ്തിട്ടൊക്കെയാണ് പോയെന്ന് പറയാം. അപ്പോൾ പ്രകാശൻ ചോദിക്കുക അയാളുടെ മുഖം നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറയണേ ഇല്ല സാറേ എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയും ഇടയ്ക്ക് നിങ്ങൾ ഒപ്പം കൂടിയവനില്ലേ അവനൊരു കൊലയാളിയാണ്, നിങ്ങളെ ശല്യപ്പെടുത്തുകയോ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിന് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ഓക്കെ സാറേ ഇത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയും പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കിരൺ പേഴ്സ് എടുത്തിട്ട് കുറച്ച് പൈസ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രകാശൻ ഇവരങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ പ്രകാശൻ പറയും തന്ത്രപരമായി മുങ്ങിയത് കല്യാണത്തിന് മുന്നേ ഗംഗയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും, അവൻ ഇല്ലാത്തത് കൊണ്ട് കൊല്ലാൻ തന്നെയായിരിക്കും വന്നിട്ടുള്ളതെന്ന് പറയുവാണേ. അപ്പോൾ അങ്ങനെ ഇരിക്കും, എന്തായാലും നോക്കാമെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ അവർ ഇങ്ങനെ എന്തെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കാറിൽ കയറിയിട്ട്. കുറച്ച് ദൂരം ഗംഗ ബൈക്കിൽ പോയതിന് ശേഷം ഗംഗ ബൈക്ക് നിർത്തുവാണ്. ഇവിടെ ഇരിക്കട്ടെ, അല്ലേ പുഴക്കരയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കിരണും സംശയിക്കും, പോലീസുകാരും ഫോറസ്റ്റും എല്ലാം സംശയിക്കും, അതുകൊണ്ട് അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുപോകേണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബൈക്ക് അവിടെ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അവൻ വള്ളത്തിൽ കയറിയിട്ട് അങ്ങ് പോവുകയാണ്. വള്ളത്തിൽ കയറി വള്ളം കുറച്ച് തുഴയുന്ന സമയത്തേക്ക് ഗംഗ വള്ളത്തിൽ വെച്ചിട്ട് തന്നെ ആ ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ അത് ആ സഞ്ചി കായലിലേക്ക് അങ്ങ് കളയുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നേരെ തുഴഞ്ഞ് അക്കരയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഡ്രസ്സ് ആ വെള്ളത്തിൽ കിടന്ന് ഒഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കിരണും എൻ്റെ വണ്ടി വന്നിട്ട് നമ്മുടെ കാർത്തികയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കേട്ടോ. പക്ഷേ വണ്ടിയുടെ സൗണ്ട് കേട്ടെങ്കിൽ പോലും കല്യാണി ജനൽ തുറന്ന് നോക്കി അവരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്. അപ്പോൾ പറഞ്ഞ് അവർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കല്യാണി വാതിൽ ഉറക്കുവാണ്. അപ്പോൾ വാതിൽ തുറന്നിട്ട് പ്രകാശൻ വാതിൽ അങ്ങ് അടയ്ക്കുവാണ് കേട്ടോ. അവരകത്ത് കിരണും പ്രകാശനും അകത്ത് കയറിയതിന് ശേഷം അപ്പോൾ കല്യാണി ചോദിക്കുക എന്തായിന്ന് ചോദിക്കുക പറയുമ്പോൾ കിരൺ പറയാം ഇവിടെ വന്നവർ ശരിക്കും ക്രിസ്മസ് കരോളുകാരായിരുന്നു, പക്ഷേ അവരുടെ അടുത്തേക്ക് ഒരു ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ ഒരുത്തം വന്നിരുന്നു, അവനാണ് ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞു. അവരുടെ ഇടയിൽ കയറിയിട്ട് കുറച്ച് വീടുകൾ കയറിയതിന് ശേഷം പോയി എന്നാണ് പറഞ്ഞത്. അവൻ കൊല്ലാൻ വേണ്ടി വന്നതാണ് മക്കളെ എന്ന് പ്രകാശൻ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയുകയാണ് ഗംഗപ്രസാദ് തന്നെയാണെന്നാണ് കാർത്തി ചേച്ചിയുടെയും ലക്ഷ്മി അമ്മയുടെയും സംശയം എന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയുകയാണ് അവനാകാൻ ഒരു വഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ് അല്ല മോനെ, അവൻ്റെ ആയുസ്സിനി നീട്ടി കിട്ടിയിട്ടുണ്ടാവുമോ? എൻ്റെ കാര്യം തന്നെ നോക്ക്, 2 അറ്റാക്ക് വന്നില്ലേ, മരിച്ചു പോയില്ലല്ലോ. പക്ഷേ ദീപയുടെ കാര്യം നോക്കിക്കേ. പ്രകാശൻ പറയണേ ഞാനൊരു കാര്യം പറയട്ടെ, 2 പേരുടെയും കാല് പിടിച്ചൊരു കാര്യം പറയാം, നിങ്ങൾ എന്തായാലും അവിടെ വന്ന് താമസിച്ചേ പറ്റൂ എന്ന് പ്രകാശൻ പറയുവാണേ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയണ അക്കാര്യത്തിൽ മാത്രം വാശി വേണ്ട പ്രകാശേട്ടാ, ഞങ്ങളിവിടെ താമസിച്ചോളാം എന്ന് പറയുവാണേ. അപ്പോൾ പ്രകാശൻ പറയാണ് കാർത്തിയമ്മയുടെ കല്യാണമാണ് ലക്ഷ്മി, അത് ഓർക്കണം. അപ്പോൾ കാർത്തിയ പറയാണ് അത് സാരയില്ലച്ചാ, ഇനി കല്യാണത്തിന് മുമ്പ് എന്നെ അവൻ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, പിന്നെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഒരാളെ കൂടി കൊല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ കല്യാണത്തിന് മുമ്പേ കൊല്ലുന്നതെന്ന് കാർത്തിക പറയുവാണ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും കൂട്ടം നിൽക്കണ്ടെന്ന് കാർത്തിക പറയുവാണേ. ചോദിക്കുവാണ് അന്നത്തെ പ്രശ്നത്തിന് ശേഷം പിൻവാതിൽ ബലപ്പെടുത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയുക ഗംഗയ്ക്കോ എൻ്റെ കൂട്ടാളികൾക്കോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുവാണ്. അമ്മ പറയാം ഇതിലൊക്കെ അവന്മാർ മാസ്റ്റർ ഡിഗ്രി എടുത്തതല്ലേ. അപ്പോൾ കിരൺ പറയണേ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, പക്ഷേ 1.5 മണിക്കൂറായില്ലേ ഈ സംഭവം നടന്നിട്ട്.
അത്രയും സമയം മതി ഇങ്ങനെയുള്ളവർക്ക് എവിടെയെങ്കിലും പോയിട്ട് വിളിക്കാനെന്ന് കിരൺ പറയുവാണ്. കാർത്തിയെ പറയുക, കിരണെ എൻ്റെ അമ്മയുടെയും ബലമായ സംശയം ഇപ്പോഴും അവനുണ്ടെന്ന് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗപ്രസാദ് ഓടിത്തളർന്ന് കാടിനകത്ത് വരുവാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തീ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ദീപം പോലെ. അപ്പോൾ അവിടെ ഇരിക്കുവാണ്. ഇനി ഒരടി നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ചാഞ്ഞ് കിടന്നിട്ട് ഗംഗ അങ്ങ് ഉറങ്ങുവാണേ. ഈ സമയത്ത് കിരണും കല്യാണിയും പ്രകാശനും കൂടി അവരുടെ വീട്ടിലോട്ട് എത്തുവാണ് കേട്ടോ. ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ബൈജു പെട്ടെന്ന് വാതിൽ തുറക്കുവാണ്. അപ്പോൾ കിരൺ പറയുക, ബൈജു, ആര് ബെല്ലടിച്ചാലും ജനൽ വഴി നോക്കിയിട്ട് വാതിൽ തുറക്കാവുള്ളൂ. ശത്രുക്കളെ എപ്പോൾ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. ബൈജു ചോദിക്കുക, എന്താളിയാ സംഭവിച്ചത്? കിരൺ പറയുക, ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ ആരോ അകത്ത് കടന്നിട്ട് ലക്ഷ്മിയെ കൊല്ലാൻ നോക്കുമായിരുന്നു. കാർത്തി അവന് നേരെ നിറയൊഴിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുവാണ്. അപ്പോൾ ബൈജു ചോദിക്കുക, ആക്രമിക്കാൻ വന്നവൻ ചത്തോളിയാ? പ്രകാശൻ പറയുക, ഇല്ലടാ, അവൻ ചത്തില്ല. ബൈജു പറയും, എന്നിട്ട് ആളുടെ മുഖമൊക്കെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയില്ലടാ, അവൻ പോയി കളഞ്ഞു എന്ന് പറയുക. ബൈജു, ഗംഗപ്രസാദ് മരിച്ചില്ലേ, പിന്നെ ആരായിരിക്കും വന്നിട്ടുണ്ടാകുക? കല്യാണി പറയുക, അവൻ്റെ ആൾക്കാർ പുറത്തുണ്ടല്ലോ, അവർ ആരെങ്കിലും ആയിരിക്കും ബൈജു എന്ന് പറയുക. ബൈജു പറയാം, അപ്പോൾ അപകടം വിട്ടു പോയിട്ടില്ല. പ്രകാശൻ പറയുവാണ്, അതാ ഇപ്പോഴും എൻ്റെ ടെൻഷൻ. മക്കളെ, ഇതിപ്പോൾ ഗംഗപ്രസാദോ ആണോ എന്നൊരു സംശയവുമുണ്ട്. കിരൺ പറയാ, അങ്ങനെ ഒരു സംശയവും വേണ്ടച്ചാ, അവൻ തിരിച്ചു വരില്ല. അപ്പം കല്യാണി പറയാം, ആ സംശയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കിരണേട്ടാ. കാർത്തികേച്ചിയും ലക്ഷ്മിയും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചതെന്നൊക്കെ കല്യാണി പറയുവാണ്. ബൈജു പറയാ, അളിയ ഓൻ്റെ മരണം ഉറപ്പായിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് അളിയൻ വന്നിരുന്നുവെങ്കിൽ ആർക്കും ഈ സംശയം ഉണ്ടാവില്ലായിരുന്നു. കിരൺ പറയടാ, 3/4 ഭാഗം മരിച്ച ഒരുത്തനെ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തെറിഞ്ഞത്, അവൻ പിന്നെ എങ്ങനെ ജീവിക്കാനാണ്? പ്രകാശൻ പറയാ, കല്യാണത്തിന് മുമ്പ് കാർത്തികയും ലക്ഷ്മിയും ചാവണം, അതായിരിക്കും അവൻ്റെ ലക്ഷ്യം. അപ്പോൾ കല്യാണി പറയുക, ഗംഗപ്രസാദ് കൊല്ലാൻ നടന്നത് സ്വത്തിനും പണത്തിനും വേണ്ടിയായിരുന്നു, പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും അവൻ്റെ ആൾക്കാർ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് പറയപ്പോൾ കിരൺ പറയുക, ഗംഗപ്രസാദിനെ കൊന്നതിൻ്റെ പകരം വീട്ടാനായിരിക്കാം അവരൊക്കെ നടക്കുന്നത്. പിന്നെ അവരുടെ പിന്നിൽ അവനെ സ്നേഹിക്കുന്ന സ്റ്റെഫി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത സമയത്ത് അവളെ കാണാൻ ആരൊക്കെ ജയിലിൽ ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. അവർക്കാരെങ്കിലും വേഷം മാറി വന്നതാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ പ്രകാശൻ പറയാം, തലനാരിഴയ്ക്കാണ് മരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാർത്തികയും മോളുടെ കല്യാണം വരെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്നും സംഭവിക്കത്തില്ല. മണ്ഡലക്കാലം ആയതുകൊണ്ട് 40 ദിവസം വ്രതം എടുത്ത് ഞാൻ ശബരിമലക്ക് പോയത് അയ്യപ്പൻ നോക്കിക്കോളും. അപ്പോൾ കല്യാണി പറയാം, അച്ഛൻ പോയി കിടക്കും, 3 മണി കഴിഞ്ഞു എന്ന് പറയാം. പ്രകാശൻ പറയാം, ഇനി ഉറക്കം വരാനൊന്നും ഇല്ല, എന്നാലും കിടക്കാം, അയ്യപ്പ സ്വാമി കാക്കുമെന്നും പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങ് പോവാട്ടോ ചെയ്യുന്നത്. പ്രകാശന് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ബൈജു ചോദിക്കുക, ആളിയെ പോലീസിൽ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാടാ, ഞാൻ SIയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ പെട്രോളിങ് നല്ല രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കരോൾ വേഷത്തിൽ പിന്നെ ഇറങ്ങി നടന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും ഒക്കെ ഒന്ന് പുറത്ത് കറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ കരോൾ സംഘത്തെ കാണുകയും ചെയ്തു. പക്ഷെ അവർക്ക് ആരാന്നറിയില്ല. അവരുടെ കൂടെ കുറച്ച് നേരം ഒരാൾ കൂടിയിരുന്നു, കുറച്ച് വീടുകൾ മാത്രമേ അവൻ പോയിട്ടുള്ളൂ എന്നൊക്കെ പറയുവാണേ. അപ്പോൾ അവർക്ക് എന്തായാലും അറിയത്തില്ല. പിന്നെ ഗേറ്റിൻ്റെ മുമ്പിൽ പോയി കൊട്ടിയ കാര്യങ്ങൾക്കൊക്കെ കിരൺ പറയുവാണ് ബൈജുവിനോട്. ബൈജുവിടെ അവരുടെ ഗേറ്റിൻ്റെ മുമ്പിൽ പോയിട്ട് കൊട്ടിയ സമയത്ത് അവർ ഭാഗ്യത്തിന് ഗേറ്റ് തുറന്നില്ല. അതുകൊണ്ടാണ് ആ ക്രിമിനൽ മതിൽ ചാടിക്കടന്ന് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. എന്തായാലും പിന്നെ ആ സമയത്തേക്ക് ഷൂട്ട് ചെയ്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പറയുവാണ്. അപ്പോൾ ബൈജു പറയാണ് ഭാഗ്യം എന്ന് പറയുന്നതോടെ ഈ ഭാഗം അവസാനിക്കുകയാണ് കേട്ടോ. ബാക്കി അടുത്ത പാർട്ടായിട്ട് കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, സീ യു.